നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശ്വാസം, ശ്രദ്ധ, ഉറപ്പ് എന്നിവയെക്കുറിച്ചുള്ളതാണ്. വിശ്വാസം എന്താണെന്ന് നോക്കാം. വിശ്വാസമെന്നാൽ ഒരു കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. നമുക്ക് അതിൽ വലിയ ഉറപ്പില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതാണ് വിശ്വാസം. അങ്ങനെയുള്ളവർ അവരുടെ ആഗ്രഹങ്ങൾ ഈശ്വരനോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹം അത് കേൾക്കുന്നുണ്ടോ, അദ്ദേഹം അത് സാധിച്ചു തരുമോ എന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവർ പല ക്ഷേത്രങ്ങൾ, പല പള്ളികൾ, പല ദർഗകൾ മാറി മാറി സന്ദർശിച്ചുകൊണ്ടിരിക്കും. അവർ പല ദേവതകളെ മാറി മാറി പൂജിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഇനി അന്ധമായ അല്ലെങ്കിൽ മൂഢവിശ്വാസമുള്ള ആളുകൾ അവരുടെ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് ഉറപ്പില്ല. പക്ഷേ അവർ അതുതന്നെയാണ് ശരിയെന്ന പക്ഷത്തിൽ ഉറച്ചു നിൽക്കും. അതിനായി അവർ പല പല മാർഗങ്ങൾ അവലംബിക്കും. അതായത് അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കും. ഇത് വെറും കാട്ടിക്കൂട്ടൽ മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകളുടെ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ശതമാനം വളരെ കുറവാണ്. ഇവർ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് അത് കിട്ടുമോ എന്ന ഉറപ്പ് വളരെ കുറവാണ്. പക്ഷേ കിട്ടില്ല എന്നതിന്റെ ഉറപ്പ് വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് കിട്ടത്തില്ല എന്ന അവസ്ഥയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. എന്നാൽ വിശ്വാസം എന്നത് വ്യർത്ഥമായ ഒന്നല്ല. ജീവിതത്തിന്റെ സുഗമമായ മുമ്പോട്ട് പോക്കിന് വളരെ ആവശ്യകരമായ ഒന്നാണ്. ഇനി ശ്രദ്ധ എന്തെന്ന് നോക്കാം. ശ്രദ്ധ എന്നാൽ ഉറച്ച വിശ്വാസം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അതിന് വേറെയും പല അർത്ഥങ്ങളുണ്ട്. ഹിന്ദുക്കൾ പൊതുവെ ഈശ്വരനിൽ ശ്രദ്ധയുള്ളവരാണ്. അവർ ചോദിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല. പല ക്ഷേത്രങ്ങളും പള്ളികളും മാറി മാറി പോകുന്നില്ല. എന്നാൽ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിശ്വാസം മാത്രമാണ്. അവിടെ പൂർത്തീകരിക്കപ്പെടുന്ന ആഗ്രഹങ്ങളുടെ ശതമാനം കുറവാണ്. എന്നാൽ ശ്രദ്ധയുള്ളവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. ശ്രദ്ധയുള്ളവർ തന്റേതാണ് ശരി എന്ന് പറഞ്ഞു സ്വയം കബളിപ്പിക്കത്തില്ല. കാരണം അവർക്ക് അവരുടെ തത്വങ്ങളിലും ആചാരങ്ങളിലും ഈശ്വര ചിന്തകളിലും അടിയുറച്ച വിശ്വാസമുണ്ട്. അത് മറ്റൊരാളുടെ അടുത്ത് സ്ഥാപിച്ചു കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല. ഇതിന്റെ ദോഷം എന്തെന്ന് വെച്ചാൽ അവരുടെ പിന്തലമുറക്കാർ ശ്രദ്ധയോ വിശ്വാസമോ ഒന്നുമില്ലാത്തവരായി മാറും. കാരണം സ്വന്തം വിശ്വാസവും മൂല്യങ്ങളും അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നല്ല. ഇനി ശ്രദ്ധയുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാകണമെങ്കിൽ നാമജപം, കീർത്തനം, ഈശ്വരന്റെ കഥകളുടെ വർണ്ണനം മുതലായവ ചെയ്യണം. തന്റെ ഇഷ്ടദേവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. അങ്ങനെ ഭക്തി ഉണ്ടാവുന്ന ഒരാൾക്ക് തന്റേത് മാത്രമാണ് ശരിയെന്ന ഒരു ദോഷം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനേക്കാൾ വലുത് വേറെയുണ്ടോ എന്ന ഒരു സംശയം കൂടി ഉടലെടുക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് വിശ്വാസത്തിലേക്ക് മാറും. എന്നാൽ അതും കടന്ന് സർവ്വതും തന്റെ ഈശ്വരൻ തന്നെയാണ് എന്ന ചിന്തയാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവനിൽ ശ്രദ്ധ ഉടലെടുക്കും. ഇനി ഉറപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു വണ്ടിയുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാം നമ്മുടെ വിശ്വാസമോ ശ്രദ്ധയോ അല്ല. മറിച്ച് അത് നമുക്ക് ഉള്ള ഒന്നാണ്. അത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് വേറൊരിടത്ത് പറഞ്ഞ് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുപോലെ ഈശ്വരനിലും നമുക്ക് ഉറപ്പാണ് എങ്കിൽ നമ്മുടെ ആഗ്രഹം ചോദിക്കുമ്പോഴേ പൂർത്തീകരിച്ചു ലഭിക്കും. നമ്മൾ അവിടെ വീണ്ടും വീണ്ടും ചോദിക്കുകയില്ല. ഒരേയൊരു ചോദ്യം മാത്രമേ ചോദിക്കുകയുള്ളൂ. ഈ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും പ്രാർത്ഥനാലയങ്ങളും ചുറ്റി സഞ്ചരിക്കുകയില്ല. തന്റേതാണ് ശരി എന്ന് പറഞ്ഞു നടക്കുകയില്ല. അതായത് അലാവുദ്ദീന്റെ അത്ഭുതവിളക്ക് നമുക്ക് കിട്ടിയാൽ അത് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അയക്കുമോ? ഇല്ല. അതുപോലെ ഇനി ഉറപ്പ് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? 1. വിധിപ്രകാരമുള്ള താന്ത്രിക ഉപാസനകൾ അറിയാമെങ്കിൽ അത് ചെയ്യാം. 2. ശരിയായ ഗുരുവിലൂടെ ദീക്ഷ നേടി ധ്യാന, ധാരണ, സമാധികൾ പരിശീലിച്ച് ഉറപ്പിക്കണം. 3. ചിലർക്ക് പൂർവ്വജന്മ സുകൃതങ്ങളുടെ ഫലമായി ജന്മനാ തന്നെ ലഭിക്കാം. 4. തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ ശ്രമിക്കണം. തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ടാവും. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യവും സർവപ്രപഞ്ചങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യവും ഒന്നുതന്നെയാണ്. വെളിയിൽ അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുമില്ല. അങ്ങനെ ഭാരതീയർ ഉള്ളിൽ ഈശ്വരനെ അന്വേഷിച്ചു. മറ്റുള്ളവർ വെളിയിൽ ഈശ്വരനെ അന്വേഷിച്ചു. അതുകൊണ്ട് ഭാരതീയർ ആത്മീയതയിലേക്ക് പോയി.
മറ്റുള്ളവർ ഭൗതികതയിലേക്ക് പോയി. പക്ഷേ ഇത് രണ്ടും ആവശ്യമാണ്. ആത്മീയ കൊണ്ട് ഒരു കൊട്ടാരം പണിയാൻ പറ്റുകയില്ല, അതുപോലെ ഭൗതികത കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുമില്ല. അപ്പോൾ ഈ പറഞ്ഞത് മാതിരി നമുക്ക് ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അനായാസത്തിൽ പൂർത്തീകരിച്ച് ലഭിക്കുന്നു. ഇനി ഇതിൽ വിശ്വാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ശ്രദ്ധ, ശ്രദ്ധയേക്കാൾ ശ്രേഷ്ഠമാണ് ഉറപ്പ്. അതുകൊണ്ട് നമ്മൾ ആ ഉറപ്പ് എങ്ങനെ നേടിയെടുക്കാം എന്ന് ശ്രമിക്കുക. ആത്മനമസ്കാരം.